രാവിലെ സ്കൂളിൽ പോയ ആളാണ് കേട്ടോ. സ്കൂളിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും തിരിച്ച് വിളിച്ചുകൊണ്ട് വരേണ്ടി വന്നു. അവന് ചെവിവേദന ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വന്നിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഏതായാലും അവനൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് കേട്ടോ ഡോക്ടർ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടാണുള്ളത്. അപ്പം കെൻസി സ്കൂളിൽ തന്നെ ഇരുന്ന് അവനെ മാത്രമേ വിളിച്ചുകൊണ്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവന് ഇന്നലെ രാത്രി തുടങ്ങിയതാണ് കേട്ടോ ചെവിവേദന. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ചെവിയിൽ ഉറ്റിക്കണം മരുന്നൊക്കെ ഇട്ടിച്ച് കൊടുത്ത് രാവിലെ അവൻ ഓക്കെ ആണെന്നും പറഞ്ഞിട്ട് സ്കൂളിൽ പോയതാണ്. അപ്പോൾ സ്കൂളിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അവന് ചെവിവേദന വന്നെന്നും പറഞ്ഞ് ടീച്ചർ വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ ചെവിയിൽ നോക്കിയിട്ടൊന്നും കാണുന്നില്ല കേട്ടോ. അപ്പോൾ അതവിടെ പോകാൻ വേണ്ടി ഏട്ടൻ അനിയൻ ഗേറ്റ് തുറക്കുന്ന തിരക്കിലാണ്. അപ്പോൾ നമ്മുടെ ബേബിക്ക് പുറത്തേക്ക് എവിടേക്കെങ്കിലും ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഉഷാറാണ് കേട്ടോ ആൾക്ക് പുറത്തിറങ്ങാന്ന് പറഞ്ഞാൽ വേറൊന്നും വേണ്ട. അപ്പോൾ ഉമ്മീനെ സൂചി അടിക്കാൻ പോകാമെന്നും പറഞ്ഞിട്ടാണ് പോണത്. കഴിഞ്ഞ ദിവസം എനിക്ക് കുറച്ച് വയ്യാതായി ട്രിപ്പൊക്കെ ഇട്ടു. അപ്പോൾ അവന് എന്നെ സൂചി വെക്കുന്നത് കണ്ടിട്ട് അവൻ പറയും ഉമ്മീനെ സൂചി വെക്കാൻ പോകാമെന്ന് കേട്ടോ. അപ്പോൾ അത് ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ. കോട്ടക്കൽ ആര്യവൈദ്യശാലയിലാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് കഫക്കെട്ട് ചുമ അങ്ങനെയൊക്കെ ഉള്ളതിന് കുട്ടികളെ ഇവിടെയാണ് കേട്ടോ കാണിക്കാറ്. ഇവിടുത്തെ മരുന്നുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ഭേദമാവുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ഡോക്ടറൊക്കെ കണ്ട മരുന്നൊക്കെ വാങ്ങിച്ച് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ അതാ കാണുന്നത് മ്യൂസിയമാണ് കേട്ടോ. വൈദ്യരത്നം PS വാര്യർ മ്യൂസിയം. അപ്പം ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ അത് ഓപ്പൺ ആയിട്ട് ഇടാറുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിവിടെ കയറി നോക്കാറുണ്ട്. കയറി വരുമ്പോൾ തന്നെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചെരുപ്പ് ഊരിയിട്ട് വേണം കയറാൻ കേട്ടോ. അപ്പോൾ ഇതിലൊന്നും ടച്ച് ചെയ്യാനൊന്നും പാടില്ല. അപ്പോൾ അത് അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അതാ പുറത്ത് ഇത് അക്വേറിയത്തിൽ ഫിഷ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബേബിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണാനായിട്ട്. അവന് ഫിഷ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എപ്പോൾ വന്നാലും ഇവിടെ വന്ന് നോക്കിയിട്ടേ പോവാറുള്ളൂ. പിന്നെ അതാ ഇപ്പുറത്തെ ഈ സൈഡിൽ കാണുന്നത് ഇതിനകത്തുള്ള അമ്പലമാണ് കേട്ടോ. അതിനകത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ. പിന്നെ ഈ മ്യൂസിയത്തിൻ്റെ മുകൾ ഭാഗം ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടില്ല കേട്ടോ. താഴെ മാത്രമേ അവർ തുറന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് തന്നെ ഒരുപാട് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ താഴെ മാത്രം വീഡിയോ എടുത്തിട്ടുള്ളൂ. ഇനി എപ്പോഴെങ്കിലും വരുമ്പോൾ ഫുൾ വീഡിയോസായിട്ട് എടുത്തിടുക. കാരണം മുകൾ ഭാഗം ഇപ്പോൾ ഓപ്പൺ അല്ല. ഇത് പഴയ കാലത്തെ ഓരോ കാര്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെയാണ് കേട്ടോ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ അത് അന്നത്തെ അമ്പലത്തിൻ്റെ വലിയൊരു പിക്ചർ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ 1921 മലബാർ കലാപമില്ല അതിൻ്റെ വലിയൊരു പിക്ചർ വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പഴയ കാലത്തെ പിക്ചറുകളും അതിനെക്കുറിച്ചുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. മുകളിലത്തെ നിലയിലൊക്കെ ഒരുപാട് കാണാനുണ്ട് കേട്ടോ. പഴയ കാലത്തെ പാത്രങ്ങൾ, അവർ മരുന്നുണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, അങ്ങനത്തെ ഒക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ. ഇപ്പോൾ ഓപ്പൺ അല്ല. പിന്നെ അതാ PS വാര്യർ ഉപയോഗിച്ചിരുന്ന തലപ്പാവ്, കുത്തി നടന്നിരുന്ന വടി, മെഡല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നെ അത് കണ്ടോ, അത് പണ്ടത്തെ കുറേ കലാരൂപങ്ങളുടെ പിക്ചറൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ പണ്ട് കാലത്ത് അവർ മരുന്നൊക്കെ അരക്കാൻ ഉപയോഗിച്ചിരുന്ന അരക്കല്ലുകളാണ് കേട്ടോ ഇരിക്കണതൊക്കെ.